ഈ സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റഡ്നെസ്സിനെ കുറിച്ചാണ്. ലോങ് സൈറ്റഡ്നെസ് എന്ന് വെച്ചാൽ അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കില്ല, പക്ഷേ ദൂരെയുള്ള വസ്തുക്കളെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ. അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കില്ല, കാണാൻ ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ദൂരെയുള്ള വസ്തുക്കളെ ക്ലിയറായിട്ട് കാണാനും സാധിക്കും. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയെ പറ്റി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോർമൽ വിഷൻ്റെ പിക്ചറും ഹൈപ്പറോപ്പിക് വിഷൻ്റെ പിക്ചറും. നോർമൽ വിഷനിലാണെങ്കിൽ പാരലൽ റേസ് ഓഫ് ലൈറ്റ് കറക്റ്റ് സെൻസിറ്റീവ് ലെയറായ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നോർമൽ വിഷൻ കിട്ടുന്നു. അതാണ് എമെട്രോപ്പിക് ഐ എന്ന് നമ്മൾ പറയുന്നത്. ഹൈപ്പറോപ്പിയ അഥവാ ഹൈപ്പർ മെട്രോപ്പിയയിൽ പാരലൽ റേസ് ഓഫ് ലൈറ്റ് എവിടെയാണ്, റെറ്റിനയുടെ ബിഹൈൻഡാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. അതാണ് ഹൈപ്പറോപ്പിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ രണ്ട് പിക്ചറിലും ഐബോളിൻ്റെ സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം പ്യൂപ്പിൾ വഴിയാണ് ലൈറ്റ് റേസ് കടന്ന് നമ്മുടെ എവിടെ എത്തുന്നത്, റെറ്റിനയിൽ എത്തുന്നത്. കോർണിയ, ആൻറ്റീരിയർ ചേംബർ, ഐറിസ്, സൊന്യൂൾസ്, സീലിയറി സൊന്യൂൾസ് ആൻഡ് സീലിയറി ബോഡി ആൻഡ് റെറ്റിന. എന്നിട്ട് ഒപ്റ്റിക് നെർവ് വഴിയാണ് നമ്മുടെ ബ്രെയിനിലെത്തി നോർമൽ വിഷൻ എന്ന് പറയുന്ന സെൻസ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് നമുക്ക് വേറൊരു സ്ലൈഡിൽ നോക്കാം. ഇപ്പോൾ ഇതിൽ നോർമൽ വിഷനും ഹൈപ്പറോപ്പിക് വിഷനിലും ലൈറ്റ് റേസ് എങ്ങനെ ഫോക്കസ് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യത്തേൽ പാരലൽ റേസ് ഓഫ് ലൈറ്റ് കറക്റ്റ് സെൻസിറ്റീവ് ലെയർ ഓഫ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് നോർമൽ വിഷൻ കിട്ടുന്നു. ഹൈപ്പറോപ്പിയയിൽ എങ്ങനെയാണ്, ബിഹൈൻഡ് ദ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. അതുതന്നെയാണ് ഹൈപ്പറോപ്പിയ അഥവാ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എത്തിയോളജിക്കൽ ടൈപ്സ് ഓഫ് ഹൈപ്പർമെട്രോപ്പിയയെ കുറിച്ചാണ്. എത്തിയോളജിക്കൽ ടൈപ്പ് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ. Etiologically, hypermetropia is classified into axial hypermetropia, curvatural hypermetropia, index hypermetropia, positional hypermetropia, and finally absence of ക്രിസ്റ്റലൈൻ ലെൻസ്. ഇങ്ങനെ 5 തരത്തിലാണ് എത്തിയോളജിക്കലി ഹൈപ്പർമെട്രോപ്പിയ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആക്സിയൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ റിഫ്രാക്റ്റീവ് പവർ എന്ന് പറയുന്നത് നോർമലായിരിക്കും. ടോട്ടൽ റിഫ്രാക്റ്റീവ് പവർ നമുക്കറിയാം +43 ഡയോപ്റ്റർ. ടോട്ടൽ റിഫ്രാക്റ്റീവ് പവർ എന്തായിരിക്കും, നോർമലായിരിക്കും. ആക്സിയൽ ലെങ്ത് ഷോർട്ടനിങ് ഓഫ് ഐബോൾ. ഇതിൽ എന്താണ് സംഭവിക്കുന്നത്, ആക്സിയൽ ലെങ്ത് ഓഫ് ദ ഐബോൾ എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. അത് നമുക്കറിയാം. ആക്സിയൽ ലെങ്ത് ഷോർട്ട് ആവുമ്പോൾ എന്ത് പറ്റും, ബിഹൈൻഡ് ദ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആക്സിയൽ ലെങ്ത് കുറയുമ്പോൾ ഐബോൾ മൊത്തത്തിൽ ചുരുങ്ങുന്നു. അങ്ങനെ ബിഹൈൻഡ് ദ റെറ്റിനയിൽ ലൈറ്റ് റേസ് ഫോക്കസ് ചെയ്യുന്നു. ആ പോയിന്റ് മനസ്സിലായല്ലോ. ആക്സിയൽ ലെങ്ത് ഷോർട്ടനിങ് ഓഫ് ഐബോൾ. അടുത്ത് 1 millimeter ഷോർട്ടനിങ് ഓഫ് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ ഓഫ് ഐ റിസൾട്ട് ഇൻ 3 ഡയോപ്റ്റർ ഓഫ് ഹൈപ്പർമെട്രോപ്പിയ. അപ്പോൾ 1 millimeter ഷോർട്ടനിങ് ആണ് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ. അറിയാം, ആൻറ്റീരിയർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പാർട്ട്, പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറഞ്ഞാൽ ബാക്ക് പാർട്ട്. ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ മൊത്തത്തിൽ 1 millimeter ചുരുങ്ങുമ്പോൾ എത്ര ഡയോപ്റ്റർ ഹൈപ്പർമെട്രോപ്പിയാണ് ഉണ്ടാകുന്നത്, 3 ഡയോപ്റ്റർ ഹൈപ്പർമെട്രോപ്പിയാണ് ഉണ്ടാകുന്നത്. 1 millimeter ഷോർട്ടനിങ് ഓഫ് ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ ഓഫ് ദ ഐ റിസൾട്ട് ഇൻ 3 ഡയോപ്റ്റർ ഹൈപ്പർമെട്രോപ്പിയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ 2 millimeter ഷോർട്ടനിങ് വരുമ്പോൾ 6 ഡയോപ്റ്റർ ഹൈപ്പർമെട്രോപ്പിയ അവിടെ ഫോം ചെയ്യുന്നു. ഇതാണ് ആക്സിയൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത്. ആക്സിയൽ ഹൈപ്പർമെട്രോപ്പിയയിൽ ടോട്ടൽ റിഫ്രാക്റ്റീവ് പവർ നോർമലായിരിക്കും. ആക്സിയൽ ലെങ്ത് ഷോർട്ടനിങ് ഉണ്ടാകും. ആക്സിയൽ ലെങ്ത് ഷോർട്ടനിങ് ഉണ്ടാകുമ്പോൾ പാരലൽ റേസ് ഓഫ് ലൈറ്റ് ബിഹൈൻഡ് ദ റെറ്റിന ഫോക്കസ് ചെയ്യും. ആൻഡ്രോപോസ്റ്റീരിയർ ഡയമീറ്റർ 1 millimeter ആണ് ഷോർട്ടനിങ് ചെയ്യുന്നതെങ്കിൽ 3 ഡയോപ്റ്റർ ഹൈപ്പർമെട്രോപ്പിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് കർവേച്ചറൽ ഹൈപ്പർമെട്രോപ്പിയ.
കർവേച്ചറൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കർവേച്ചർ ഓഫ് ദ ലെൻസ് ഫ്ലാറ്റർ ദാൻ നോർമൽ. നോർമൽ ഐബോളിൻ്റെ കർവേച്ചർ ഫ്ലാറ്റർ ആവുന്നു. നോർമലിനേക്കാളും ഫ്ലാറ്ററായി മാറുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും? ബിഹൈൻഡ് ദ റെറ്റിന ഫോക്കസ് ചെയ്യും. അവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ടോട്ടൽ റിഫ്രാക്റ്റീവ് പവർ അവിടെ കുറയുന്നു. ആക്സിയൽ ഹൈപ്പർമെട്രോപ്പിയയിൽ ടോട്ടൽ റിഫ്രാക്റ്റീവ് പവറിന് ചേഞ്ച് വരുന്നില്ല. പക്ഷേ കർവേച്ചറൽ ഹൈപ്പർമെട്രോപ്പിയയിൽ ഡിക്രീസിങ് ദ റിഫ്രാക്റ്റിംഗ് പവർ ഓഫ് ദ ഐ. ഇനി 1 millimeter ഇൻക്രീസ് ഇൻ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്? 6 diopter ഹൈപ്പർമെട്രോപ്പിയാണ് ഉണ്ടാകുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചറിൽ 1 millimeter വ്യത്യാസം വരുമ്പോൾ, 1 millimeter കൂടുതൽ വരുമ്പോൾ 6 diopter ഹൈപ്പർമെട്രോപ്പിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 2 millimeter ആണെങ്കിൽ 6 × 2 12 diopter ഹൈപ്പർമെട്രോപ്പിയാണ് ഉണ്ടാകുന്നത്. അതാണ് കർവേച്ചറൽ ഹൈപ്പർമെട്രോപ്പിയ. കർവേച്ചർ ഓഫ് ദ ലെൻസ് ഫ്ലാറ്റർ ദാൻ നോർമൽ ആയിരിക്കും. ഡിക്രീസിങ് റിഫ്രാക്റ്റിംഗ് പവർ ഓഫ് ദ ഐ ആണ്. 1 millimeter ഇൻക്രീസ് ഇൻ ദ റേഡിയസ് ഓഫ് കർവേച്ചർ റിസൾട്ടിങ് 6 diopter ഓഫ് ഹൈപ്പർമെട്രോപ്പിയ. ഇത് അപ്പോൾ നമ്മൾ 2 എണ്ണം ഡിസ്കസ് ചെയ്തു, ആക്സിയൽ ഹൈപ്പർമെട്രോപ്പിയും കർവേച്ചറൽ ഹൈപ്പർമെട്രോപ്പിയും. ഇനി അടുത്ത് വരുന്നത് ഇൻഡെക്സ് ഹൈപ്പർമെട്രോപ്പിയാണ്. ഇൻഡെക്സ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ ഓൾഡ് ഏജ്. വയസ്സാകുമ്പോൾ സാധാരണ രീതിയിൽ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് വരുന്നതിനെയാണ് ഇൻഡെക്സ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഡയബറ്റിക്സ് അണ്ടർ ട്രീറ്റ്മെൻറ്റ്. സാധാരണയായിട്ട് നമ്മൾ അറിയാണ്ട് ഡയബറ്റിക്സ് പേഷ്യൻസ് എന്ത് ചെയ്യണം? 6 മാസത്തിൽ കൂടുമ്പോൾ ഐ ചെക്കപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിൽ ഇൻഡെക്സ് ഹൈപ്പർമെട്രോപ്പിയ കാണാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് പൊസിഷണൽ ഹൈപ്പർമെട്രോപ്പിയ. പൊസിഷണൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ പോസ്റ്റീരിയർലി പ്ലേസ്ഡ് ക്രിസ്റ്റലൈൻ ലെൻസ്. ക്രിസ്റ്റലൈൻ ലെൻസ് പോസ്റ്റീരിയർലി പ്ലേസ് ചെയ്യുന്നത് വഴി എന്താണ്? ലൈറ്റ് റേസ് ബിഹൈൻഡ് ദ റെറ്റിന ഫോക്കസ് ചെയ്യുകയും ഹൈപ്പറോപ്പിയ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പൊസിഷണൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത്. ഫൈനലി ആബ്സെൻസ് ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ്. ക്രിസ്റ്റലൈൻ ലെൻസ് ഇല്ലാതെ വരുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? കഞ്ചനൈറ്റൽ, ജന്മന ലെൻസ് ഇല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകും. അക്വേർഡ് ഉണ്ടാകും. അക്വേർഡിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സാകുമ്പോൾ, ഓൾഡ് ഏജ് ആകുമ്പോൾ സംഭവിക്കുന്നതാണ് അക്വേർഡ് എന്ന് പറയുന്നത്. ഫോളോയിങ് സർജിക്കൽ റിമൂവൽ ഓർ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ. എന്താണ്? സർജറിയിലൂടെ നമ്മൾ ക്രിസ്റ്റലൈൻ ലെൻസ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ, പോസ്റ്റീരിയർ ഭാഗത്തേക്ക് ഈ ക്രിസ്റ്റലൈൻ ലെൻസ് എന്താണ് ചേഞ്ച് ചെയ്യുക, ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുക, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ വരും. ഇതെങ്ങനെയാണ്? ലീഡ്സ് ടു അഫേക്കിയ. ഈ കണ്ടീഷൻ അഫേക്കി കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യും. എ കണ്ടീഷൻ ഓഫ് ഹൈ ഹൈപ്പർമെട്രോപ്പിയ. അഫേക്കിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ലെൻസ് എന്നാണ് അർത്ഥം. ഈ ആബ്സെൻസ് ഓഫ് ലെൻസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ, അഫേക്കി കണ്ടീഷനിൽ പേഷ്യൻ്റ് ഹൈ ഹൈപ്പർമെട്രോപ്പിക് പേഷ്യൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തിയോളജിക്കലി ഹൈപ്പർമെട്രോപ്പിയ എത്രയായിട്ട് തരംതിരിച്ചു? 5 തരംതിരിച്ചു. ആക്സിയൽ ഹൈപ്പർമെട്രോപ്പിയ. ആക്സിയൽ ഹൈപ്പർമെട്രോപ്പിയയിൽ ടോട്ടൽ റിഫ്രാക്റ്റീവ് പവർ നോർമലാണ്. ആക്സിയൽ ലെങ്ത് ഷോർട്ടനിങ് ചെയ്യുന്നത് വഴി ഐബോളിൽ എന്താണ്? ലൈറ്റ് റേസ് ബിഹൈൻഡ് റെറ്റിന ഫോക്കസ് ചെയ്യുന്നു. 1 millimeter ഷോർട്ടനിങ് വരുമ്പോൾ 3 diopter ഹൈപ്പർമെട്രോപ്പിയാണ് ഉണ്ടാകുന്നത്. രണ്ടാമത് കർവേച്ചറൽ ഹൈപ്പർമെട്രോപ്പിയ. സാധാരണക്കാലം കർവേച്ചർ ഫ്ലാറ്റർ ആയിരിക്കും. ടോട്ടൽ റിഫ്രാക്റ്റീവ് പവറിന് ചേഞ്ച് വരും. ആക്സിയൽ ഹൈപ്പർമെട്രോപ്പിയയിൽ ടോട്ടൽ റിഫ്രാക്റ്റീവ് പവറിന് ചേഞ്ച് വരുന്നില്ല, പക്ഷേ ഇതിൽ ടോട്ടൽ റിഫ്രാക്റ്റീവ് പവറിന് ചേഞ്ച് വരുന്നു. 1 millimeter ഇൻക്രീസ് ഇൻ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്? 6 diopter ഹൈപ്പർമെട്രോപ്പിയയാണ് ഉണ്ടാക്കുന്നത്. ഇൻഡെക്സ് ഹൈപ്പർമെട്രോപ്പിയ ഓൾഡ് ഏജ് ആകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് വരുന്നതാണ് ഇൻഡെക്സ് ഹൈപ്പർമെട്രോപ്പിയ. സാധാരണ ഡയബറ്റിസ് പേഷ്യൻസിൽ കണ്ടുവരുന്നുണ്ട്. പൊസിഷണൽ ഹൈപ്പർമെട്രോപ്പിയ ഇറ്റ് ഹാസ് എ പോസ്റ്റീരിയർലി പ്ലേസ്ഡ് ക്രിസ്റ്റലൈൻ ലെൻസിലാണ് പൊസിഷണൽ ഹൈപ്പർമെട്രോപ്പിയ. ആൻഡ് 5ാമത്തത് ആബ്സെൻസ് ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ്. കഞ്ചനൈറ്റൽ ആവാം, അക്വേർഡ് ആവാം, അല്ലെങ്കിൽ സർജിക്കൽ റിമൂവൽ ചെയ്തതാവാം, അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ ആവാം. ഈ കണ്ടീഷനെ സാധാരണ അഫേക്കിയ എന്ന് പറയുന്നത്. അഫേക്കിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ലെൻസ് എന്നാണ്. അതൊരു ഹൈ കണ്ടീഷൻ ഓഫ് ഹൈപ്പർമെട്രോപ്പിയയാണ്. ഇങ്ങനെ പ്രധാനമായിട്ടും 5 തരത്തിലാണ് ഹൈപ്പർമെട്രോപ്പിയെ ക്ലാസിഫൈ ചെയ്യുന്നത് എത്തിയോളജിക്കലി. ഏതൊക്കെയാണ്? ആക്സിയൽ ഹൈപ്പർമെട്രോപ്പിയ,
കർവേച്ചറൽ ഹൈപ്പർമെട്രോപ്പിയ, ഇൻഡെക്സ് ഹൈപ്പർമെട്രോപ്പിയ, പൊസിഷണൽ ഹൈപ്പർമെട്രോപ്പിയ ആൻഡ് ഫൈനലി ആബ്സെൻസ് ഓഫ് ദി ക്രിസ്റ്റലൈൻ ലെൻസ്. പിന്നെ ഹൈപ്പർമെട്രോപ്പിയ പറഞ്ഞതുകൊണ്ട് ഇതിൽ നമ്മൾ അതിൻ്റെ കറക്ഷൻ്റെ ഒരു പിക്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പർമെട്രോപ്പിയയിൽ എന്താണ്, ബിഹൈൻഡ് ദ റെറ്റിന ലൈറ്റ് റേസ് ഫോക്കസ് ചെയ്യുന്നു. സാധാരണ ഇത് കറക്റ്റ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ്. കോൺവെക്സ് ലെൻസ് അഥവാ പ്ലസ് ലെൻസുകൾ ഉപയോഗിച്ചാണ് ഹൈപ്പർമെട്രോപ്പിക് പേഷ്യൻസിനെ കറക്റ്റ് ചെയ്യുന്നത്. അവരുടെ കറക്റ്റ് പവർ ലെൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ലൈറ്റ് റേസ് കറക്റ്റ് സെൻസിറ്റീവ് ലെയർ ഓഫ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുകയും ക്ലിയർ വിഷൻ കിട്ടുകയും ചെയ്യുന്നു. കോൺവെക്സ് ലെൻസ് അഥവാ പ്ലസ് ലെൻസാണ് ഹൈപ്പർമെട്രോപ്പിക് പേഷ്യൻസിന് കറക്ഷനായിട്ട് കൊടുക്കുന്നത്. ഇത് ലോങ് സൈറ്റഡ്നെസ് ആണ്. ഇത്തരം പേഷ്യൻസിന് അടുത്തുള്ള വസ്തുക്കൾ കാണാനായിരിക്കും ബുദ്ധിമുട്ട്. ദൂരെയുള്ള വസ്തുക്കൾ അവർ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയത്. താങ്ക് യു.